welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Here I am giving you an idea about the characteristics of direction. In the previous lecture, we are already discussed about the meaning of direction, definition of direction, and the 4 elements of direction. What are the 4 elements of direction? Supervision, motivation, leadership, and communication. Then let us discuss the characteristics of direction. Direction is characterized by the following distinguishing features. First one, element of management. Directing is one of the important functions of management. It is through direction that management initiates action in the organization. മാനേജ്മെൻറ്റിലെ ഒരു എലമെൻ്റാണ് ഡയറക്ഷൻ. മാനേജ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ തന്നെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ ആ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഡയറക്ഷൻ നൽകിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എലമെൻ്റ് ഓഫ് മാനേജ്മെൻറ്റ്. ദ സെക്കൻഡ് ഫീച്ചർ ഈസ് കണ്ടിന്യൂയിങ് ഫങ്ഷൻ. Direction is continuous process and it continues throughout the life of an organization. A manager never ceases to guide, inspire and supervise his subordinates. A manager cannot get things done simply by issuing orders and instruction. He must continually provide motivation and leadership to get the orders and instructions executed. ഓർഗനൈസേഷൻ്റെ ലൈഫ് ത്രൂ ഔട്ടായിട്ടും ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ഫങ്ഷനാണ്. ഒരു മാനേജർ അയാളുടെ സബോർഡിനേറ്റ്സിനെ ഇൻസ്പയർ ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒരിക്കലും അവസാനിപ്പിക്കുന്ന കാര്യമല്ല. അതുപോലെ ഒരു മാനേജർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്തുകൊണ്ടും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടും ഒരിക്കലും ഒരു കാര്യം സിമ്പിളായിട്ട് നടക്കുകയുമില്ല. ഹി മസ്റ്റ് കണ്ടിന്യൂലി പ്രൊവൈഡ് മോട്ടിവേഷൻ. ഡയറക്ഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുള്ള ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള മോട്ടിവേഷനിലൂടെയും ലീഡർഷിപ്പിലൂടെയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സ് കൂടിയാണ് എങ്കിൽ മാത്രമേ ഡയറക്ഷൻ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ ലൈഫിൽ ഫുള്ളായിട്ടും ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്താണ്? കണ്ടിന്യൂയിങ് ഫങ്ഷനാണ്. തേർഡ് വൺ, പെർവേസീവ് ഫങ്ഷൻ. ഡയറക്ഷൻ ഇനിഷ്യേറ്റ്സ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഫോളോ റൈറ്റ് അപ്പ് ടു ദ ബോട്ടം ഓഫ് ആൻ ഓർഗനൈസേഷൻ. എവറി മാനേജർ ഇൻ ദ ഓർഗനൈസേഷൻ ഗീവ്സ് ഡയറക്ഷൻ ടു ഹിസ് സബോർഡിനേറ്റ്സ് ആസ് സുപ്പീരിയർ and receives direction as subordinates from his superior. Direction function is performed at every level of management and in every department of the organization. Direction എന്ന് പറയുന്നത് ഒരു പെർവേസീവ് ഫങ്ഷനാണ്. പെർവേസീവിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി എന്നാണ്. അപ്പോൾ സർവ്വവ്യാപിയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെ ഡയറക്ഷൻ പിന്തുടരുന്നവരാണ്. ഓർഗനൈസേഷനിലെ എല്ലാ മാനേജേഴ്സും അവരുടെ സബോർഡിനേറ്റ്സിന് ഡയറക്ഷൻസ് നൽകാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ സബോർഡിനേറ്റ്സും അവരുടെ സുപ്പീരിയറിൽ നിന്നും ഡയറക്ഷൻസ് റിസീവ് ചെയ്യാറുമുണ്ട്. നമുക്കറിയാം മാനേജ്മെൻറ്റിന് 3 ലെവൽസ് ആണുള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഈ 3 ലെവൽസിലും ഡയറക്ഷൻ ഫങ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഡയറക്ഷൻ ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു പെർവേസീവ് ഫങ്ഷനാണ്. നെക്സ്റ്റ് വൺ, ക്രിയേറ്റീവ് ഫങ്ഷൻ. ഡയറക്ഷൻ മേക്സ് തിങ്സ് ഹാപ്പൻ ആൻഡ് കൺവേർട്സ് പ്ലാൻസ് ഇൻ ടു പെർഫോമൻസ്. It is the process around which all performance revolves. Without direction, human forces in an organization becomes inactive and consequently physical factors become useless.
ഇറ്റ് ബ്രീത്ത്സ് ലൈഫ് ഇൻ ടു ഓർഗനൈസേഷൻ. ക്രിയേറ്റീവ് ഫങ്ഷനാണ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. പ്രോപ്പർ ഡയറക്ഷനിലൂടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പെർഫോമൻസിലേക്ക് കൺവേർട്ട് ചെയ്യുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പർ ഡയറക്ഷൻ ഇല്ലാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ഫോഴ്സ് ഇനാക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് ഇനാക്റ്റീവ് ആയിരിക്കും, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യില്ല, അവർക്ക് അലസത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലിങ്കിങ് ഫങ്ഷൻ. Planning, organizing and staffing are merely preparation for doing the work, and work actually starts when managers perform the directing function. Direction put plans into an action and provides performance for measurement and control. In this way, directing serves as a connecting link between planning and control. മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസ് നമുക്കറിയാം: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 ഫങ്ഷൻസിന് തമ്മിലൊരു ലിങ്കേജ് കൊണ്ടുവരുന്നത് ഡയറക്ഷനിലൂടെയാണ്. ഓർഗനൈസേഷനിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ 5 ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണമെങ്കിലും സ്റ്റാഫിംഗ് നടത്തണമെങ്കിലും കൺട്രോൾ ചെയ്യണമെങ്കിലും ഒക്കെ ഡയറക്ഷൻ അത്യാവശ്യമാണ്. ഓർഗനൈസേഷനിൽ ഒരു വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജേഴ്സ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ പെർഫോം ചെയ്യുമ്പോഴാണ്. പ്ലാൻസിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് ഡയറക്ഷനിലൂടെയാണ്. പെർഫോമൻസിനെ മെഷർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഡയറക്ഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങും കൺട്രോളും തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക് തന്നെയാണ് ഡയറക്റ്റിംഗ്. അപ്പം 5ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ലിങ്കിങ് ഫങ്ഷനാണ് ഡയറക്ഷൻ. The next one is management of human factor. Direction is the interpersonal aspects of management. It deals with the human aspect of organization. Human behavior is very dynamic and is conditioned by a complex of forces about which not much is known. Therefore, direction is a very difficult and challenging function. ഹ്യൂമൻ ഫാക്ടറുമായിട്ട് റിലേറ്റഡ് ആണ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർപേഴ്സണൽ ആസ്പെക്ട്സ് ഉള്ളതാണ് ഡയറക്ഷൻ. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. എപ്പോൾ വേണമെങ്കിലും ഒരാളുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് അയാളുടെ ബിഹേവിയർ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്, ഒരു ചലഞ്ചിങ് ഫങ്ഷൻ കൂടിയാണ് ഡയറക്റ്റിംഗ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് direction? Element of management, continuing function, pervasive function, creative function, linking function and management of human factor. These are the 6 characteristics of direction. Okay, this is all for today's session. Thank you for listening.